T20 ക്രിക്കറ്റിൽ നിന്ന് രോഹിത് ശർമ്മ വിരമിച്ചു. അതിനുശേഷം എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് രോഹിത് ശർമ്മയുടെ പകരക്കാരൻ ആരാണ്. T20 ക്രിക്കറ്റിൽ അതാരാണെന്ന് ഇതുവരെ BCCI വെളിപ്പെടുത്തിയിട്ടില്ല. രോഹിത്തിന്റെ പകരക്കാരനാവാൻ ഒരുപാട് താരങ്ങൾ രംഗത്തുണ്ട്. എന്നാൽ ഇപ്പോൾ BCCI പ്രസിഡന്റ് ജയ് ഷാ അക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. രോഹിത് ശർമ്മയുടെ പകരക്കാരനെ പറ്റി ജയ് ഷാ സൂചന നൽകി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജു തുടർച്ചയായിട്ട് 3 സെഞ്ചുറി നേടി. ഇപ്പോഴിതാ BCCI പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളിപ്പോൾ രോഹിത് ശർമ്മയുടെ ഒരു പകരക്കാരനെ തേടുകയാണ്. ഓപ്പണിംഗിൽ അടിച്ചു കളിക്കണം. പവർ പ്ലേ ഓവറുകളിൽ യാതൊരു പേടിയും ആ താരത്തിന് പാടില്ല. അതാണ് രോഹിത് ശർമ്മയുടെ യഥാർത്ഥ പകരക്കാരൻ. രോഹിത്തിന്റെ പകരക്കാരനായിട്ട് T20യിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ 2 താരങ്ങളുണ്ട്. ഒന്നാമത് ജയ്സ്വാൾ, രണ്ടാമത്തെ താരം സഞ്ജു. ഇവരിൽ ഒരാളെ ഞങ്ങൾ T20യിൽ മെയിൻ ഓപ്പണർ ആക്കും. രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായിട്ട് ഞങ്ങൾ കാണുന്നത് ഇവരെയാണ്. നിലവിലെ പെർഫോമൻസ് നോക്കിയാൽ അത് സഞ്ജു ആകാനാണ് സാധ്യത. സഞ്ജുവിന് അത്രയും വലിയ കഴിവുണ്ട്. സഞ്ജുവിന്റെ പ്രകടനം ഞങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ സെലക്ടറുമായിട്ട് സംസാരിച്ചു. സഞ്ജു T20യിൽ സ്ഥിരം ഓപ്പണർ ആകണമെന്നാണ് അവരുടെയും ആവശ്യം. രോഹിത് ഒരു ഇതിഹാസമാണ്. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ നിലവിൽ ആരും തന്നെ T20യിലില്ല. എന്നാൽ സഞ്ജു ഒരുപാട് റെക്കോർഡുകൾ തിരുത്തി കുറിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് രോഹിത്തിന്റെ പകരക്കാരൻ സഞ്ജു തന്നെയാണെന്ന് BCCI വ്യക്തമാക്കി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു സഞ്ജു തന്നെയാണ് രോഹിത് ശർമ്മയുടെ പകരക്കാരൻ. സഞ്ജുവിനെ ഒരു ടച്ച് കിട്ടിയാൽ പിന്നെ സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. സഞ്ജു സെഞ്ചുറി അടിച്ചിട്ട് മടങ്ങൂ. അതാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് രീതി. ഇനി അങ്ങോട്ട് T20 ക്രിക്കറ്റ് സഞ്ജുവാണ് ഭരിക്കാൻ പോകുന്നത്. ഓപ്പണിംഗിൽ സഞ്ജു ഇറങ്ങിയാൽ ഒരുപാട് സെഞ്ചുറികൾ സഞ്ജുവിനെ നേടാൻ സാധിക്കും. ക്യാപ്റ്റൻ സൂര്യയും കോച്ച് ഗംഭീറും സഞ്ജുവിന് സപ്പോർട്ടാണ്. അതുകൊണ്ട് ഇനി സഞ്ജുവിന്റെ കാലമാണ് വരാനിരിക്കുന്നത്. രോഹിത് ശർമ്മയുടെ പകരക്കാരനാകാൻ സഞ്ജുവിന് സാധിക്കട്ടെ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.